നമസ്കാരം. നമസ്കാരം. അഭിലാഷ്, ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, അറിയാം. DNA പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ 2-3 ദിവസമായിട്ട് ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വാമി വൈഡൂര്യ കച്ചവടം തുടങ്ങിയോ, രത്ന വ്യാപാരം തുടങ്ങിയോ, സ്വാമി ഇതുകൊണ്ട് കോടീശ്വരനാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാറുണ്ട്. എന്താണ് മറുപടി? നമ്മൾ പൂജകളല്ല ഒന്നിനും പരിഹാരം, എല്ലാത്തിനും പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്ര എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുള്ള മനുഷ്യ ശരീരത്തിൽ നാഗങ്ങളുടെ സ്വാധീനമുണ്ട്. നാഗമാണിക്യം പോലുള്ള ശക്തിയായിട്ടുള്ള സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ളതെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലും പ്രപഞ്ചത്തിലും ഭൂമിയിലുമൊക്കെ തന്നെ വൈഡൂര്യങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. അതിനൊക്കെ മറ്റൊരു അധ്യായമാണ് അത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു വ്യവസായമാണല്ലോ. അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ നിയോഗം കൊണ്ട് അദ്ദേഹം വന്നു ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് പറയുന്നത് വൈഡൂര്യക്കല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മം ചെയ്യാനാണ്. ആ കർമ്മത്തിൽ മനുഷ്യൻ്റെ വികാരങ്ങൾക്ക്, വിചാരങ്ങൾക്ക്, മനുഷ്യൻ്റെ ദുരിതങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക് ഇതെല്ലാം പരിഹാരമാകുന്ന ഹേതുവിന് കല്ല് കാരണമാണെങ്കിൽ, രത്നങ്ങൾ കാരണമാണെങ്കിൽ അത്തരത്തിലുള്ള കല്ലുകൾ കണ്ടെത്തി മനുഷ്യന് കൊടുക്കുക. അത് അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്, അദ്ദേഹം ലാഭം ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ പവിത്രമായ കല്ലുകളാണ് അദ്ദേഹം കൊടുക്കുന്നതും അതുകൊണ്ടുള്ള പ്രയോജനവും ഈ മേഖലകളിൽ നിരവധി പരാജയങ്ങളും പറ്റിക്കുന്നതും കൊണ്ട് ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ്. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ജ്വല്ലറി, പാരമ്പര്യമായിട്ടുള്ള വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യമായിട്ട് അവിടെ എപ്പോഴും രത്നങ്ങളൊക്കെ നോക്കുന്ന ഒരാളെ അവിടെ ഇരുത്തിയിരിക്കും. അദ്ദേഹത്തിൻ്റെ രത്നത്തിൻ്റെ ജ്ഞാനം എത്രയാണെന്നും നമുക്കിപ്പോൾ അളവ് പോലും വെച്ച് പറയാനൊന്നും പറ്റില്ല. നല്ല ജ്ഞാനമുള്ളവരും ഉണ്ടാകും, ഇത് പഠിച്ചവരും ഉണ്ടാകും, പഠിച്ച് അനുഭവങ്ങളിലൂടെ ഫലം ഉണ്ടാക്കുന്നവരും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കടകളിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു തൊഴിൽ, അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലിൻ്റെ ഇത്ര കല്ലുകൾ, ഇത്ര രൂപയുടെ ബിസിനസ് നടന്നാൽ മാത്രമേ നിലനിൽപ്പിൻ്റെയും കൂടെ ഒരു ഭാഗമാവുള്ളൂ എന്ന് വിചാരിച്ച് ഈ ജ്വല്ലറിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ മോശമാണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് കുറവാണെന്നോ ഒന്നുമില്ല. അതൊരു വ്യവസായത്തിൻ്റെ വേറൊരു മേഖലയാണ്. ഇപ്പോൾ അഭിലാഷ് കൊടുക്കുന്ന രത്നങ്ങളെക്കുറിച്ചും കല്ലുകളെക്കുറിച്ചും നമ്മുടെ വൈഡൂര്യ മേഖലകളിൽ പോയിട്ട് നമ്മൾ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കല്ലുകളെക്കുറിച്ചൊരു ധാരണയില്ല, അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് പറയുന്നതാണ്, എൻ്റെ ഗ്രഹനില ഇതാണ്, എൻ്റെ നക്ഷത്രം ഇതാണ്. പക്ഷേ പൂർവ്വജന്മം നോക്കിയിട്ട് മാത്രമേ വൈഡൂര്യങ്ങൾ ധരിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള കല്ലുകളെക്കുറിച്ചിട്ട് ഞാൻ പൂർവ്വജന്മം നോക്കിയിട്ട് മാത്രമേ ഇത് പറയാറുള്ളൂ. ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞാൻ പറയും നോക്കാം, വരട്ടെ, നോക്കിയിട്ട് 17-ാം തീയതി ഞാൻ മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലുണ്ട്, നോക്കിയതിന് ശേഷം പറയാം. പക്ഷെ ഒരാൾ ധരിക്കാൻ പാടില്ലാത്ത കല്ലുകളെ റെക്കമെൻഡ് ചെയ്യുകയും ചെറിയ പോറൽ പോലും നമ്മുടെ ഈ ലെൻസിലൂടെ നോക്കിയാൽ കാണാൻ പറ്റാത്ത കല്ലുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകുന്ന ദോഷം, ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഇത്തരം കല്ലുകൾ വിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതിൽ 6-1 ദോഷം അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളിലൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റേയാൾ തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥയിൽ, ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാനും, ഇല്ലെങ്കിൽ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ലൈഫിന് പ്രകാശമുള്ള ജീവിതത്തിൽ തന്നെ അല്പം കൂടിയ പ്രകാശം ഉണ്ടാക്കാനും നിലനിർത്താനുമുള്ള ആൾക്കാർ ധാരാളം പേരാണ് ഈ കല്ലുകൾ ധരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് വില കൂടിയത് തന്നെയാണല്ലോ. ഡയമണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നത് അത്രയും ധരിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ദൈവാനുഗ്രഹം കൊണ്ടുകൂടെ സംഭവിക്കുന്നത് മാത്രമാണ്. ഞാനിപ്പോൾ അഭിലാഷോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വില കുറഞ്ഞ് കിട്ടുമോ എന്ന്, ഇത്ര വിലയാകുമോ എന്ന് ചോദിക്കുമ്പോഴും, ഇല്ലെങ്കിൽ വിലയുള്ള കല്ലുകളും, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. എങ്ങനെയെങ്കിലും ഒരു കല്ല് ധരിച്ചാൽ മതി എന്നുള്ളവരും, എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ ഉത്തമമായ കല്ലുകൾ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും വില കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും കല്ലുകൾ ധരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. സ്വാമി പറഞ്ഞതിൻ്റെ ഇടയിൽ സ്വാമിക്ക് കല്ലുകളെ കുറിച്ചിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാമി പറഞ്ഞൊരു കാര്യം ഞാൻ പറയണം. നാളെ നിങ്ങളതിൽ സ്വാമി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട. വൈഡൂര്യം എന്ന് പറയുന്നത് രത്നങ്ങളിൽ വരുന്നതാണ്. അപ്പം ഈ വൈഡൂര്യമായാലും ഡയമണ്ട് ആയാലും നമ്മൾ ധരിക്കുന്ന സമയത്ത് സ്വാമി പറഞ്ഞതുപോലെ കൃത്യമായ അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാമി പറഞ്ഞത്. ഇനി എൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ, ഇപ്പോൾ സ്വാമി ചോദിച്ചൊരു ചോദ്യം, ഈ വില കൂടിയ കല്ലും വില കുറഞ്ഞ കല്ലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതാണ് നമ്മൾ ഈ രത്നങ്ങളിൽ തന്നെ പ്രീഷ്യസും സെമി പ്രീഷ്യസും എന്ന 2 കാറ്റഗറി വെച്ചിട്ടുണ്ട്. ഈ രത്നങ്ങൾ എന്ന് പറയുന്നത് പ്രീഷ്യസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രത്നങ്ങൾ ധരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഈ രത്നങ്ങൾ ധരിക്കുക, ഈ സെമി പ്രീഷ്യസ് എന്ന് പറയുന്ന ഉപരത്നങ്ങളാണ്. ഈ ഉപരത്നങ്ങൾ ആരുണ്ടാക്കി?
ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയണ്ടായിരുന്നു, ഉപരക്തങ്ങൾ ആരുണ്ടാക്കി? യെല്ലോ സഫയറിന് പകരമായിട്ട് വേറൊരു സിട്രിൻ ആരുണ്ടാക്കി? ബ്ലൂ സഫയറിന് പകരമായിട്ട് ഇന്ദ്രനീലത്തിന് പകരമായിട്ട് ടോപ്പസ് കൊടുക്കുക ആരുണ്ടാക്കി? അതൊന്നും ഗ്യാരണ്ടീഡ് അല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. പ്രീഷ്യസും സെമി പ്രീഷ്യസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ്, പ്രീഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുന്നത് രത്നങ്ങൾ ധരിക്കാനുള്ളതാണ്. അതേ സമയത്ത് സെമി പ്രീഷ്യസ് എന്ന് പറയുന്നത് ഓർണമെന്റ്സ് മേഖലയിലേക്കാണ് പോണത്. ടോപ്പസ് ആയാലും ശരി, കോട്സ് ആയാലും ശരി, ഇതൊക്കെ സെമി പ്രീഷ്യസിൽ വരുന്നതാണ്. അപ്പോൾ സെമി പ്രീഷ്യസിൽ വരുന്നതെല്ലാം ഓർണമെന്റ്സ് ആയിട്ട് പോകും. അത് നമ്മുടെ ശരീരത്തിലേക്ക് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. നമുക്ക് വേറെ ഓർണമെന്റ്സ്, അപ്പോൾ സ്റ്റോണിന്റെ ഓർണമെന്റ്സ് ധരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? സെമി പ്രീഷ്യസിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാ. അതേ സമയത്ത് യെല്ലോ സഫയറിന്റെ ഒരു നെക്ലേസ് നിങ്ങൾ വാങ്ങിച്ച് ഒരു 10 കല്ല് ചേർത്തൊക്കെ ഒരു 50 ക്യാരറ്റ് ധരിച്ചു നോക്കി, അവിടെ വീഴും. ഇതിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ഇത് വ്യക്തമായിട്ടുള്ള ധാരണ ആർക്കും ഇല്ല. വെള്ളിയിൽ അവർ ചെയ്യുന്ന ഓർണമെന്റ്സ് ആയാലും ഗോൾഡ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആയാലും സാധാരണ രീതിയിൽ ഓർണമെന്റ് സെക്ടറിലേക്ക് മാറുന്നതാണ് സെമി പ്രീഷ്യസ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്ന് സ്വാമി ചോദിച്ച ചോദ്യം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് വില കുറഞ്ഞ് നാച്ചുറൽ സ്റ്റോൺസ്, ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് കൊടുക്കുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിലയിൽ തന്നെ ബേസ് മോഡലോട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബ്ലൂ സഫയറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്യാരറ്റിന് 55,000 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്ലൂ സഫയർ 5 ലക്ഷത്തിനുണ്ട്, 15 ലക്ഷത്തിനുണ്ട്. ക്യാരറ്റ് പ്രൈസാണ് ഞാൻ പറയുന്നത്. 15 ലക്ഷത്തിനുണ്ട്, 25-നുണ്ട്, 50-നുണ്ട്. അപ്പം നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്കത് എടുക്കാൻ സാധിക്കും. അതേസമയത്ത് എല്ലാ പേർക്കും ഇപ്പോൾ ഒരു 25 ലക്ഷം 30 ലക്ഷത്തിൻ്റെ ധരിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞു. നാച്ചുറൽ ഹൈ ക്വാളിറ്റി ബേസ് മോഡലാണ് ഞാൻ പറയുന്നത്. ബേസ് കൊണ്ട് തുടങ്ങും. അപ്പം നമ്മൾ അത് ധരിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ഈ രത്നങ്ങൾ കൊണ്ട് ഗുണം വേണമല്ലോ. ഈ രത്നങ്ങൾ കൊണ്ട് ഗുണമുണ്ടാവണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ ധരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, എൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് വിളിച്ചു പറയാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. കാര്യം ഈ രത്നങ്ങളെ മൊത്തത്തിൽ മോശമാക്കുകയാണ്. 1 ക്യാരറ്റ് 2 ക്യാരറ്റ് എഴുതി കൊടുത്ത് ഈ 1 ക്യാരറ്റ് 2 ക്യാരറ്റ് ധരിച്ചവരെ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്ത് ഗുണമാണ് അവനുണ്ടായത്? കല്ലെന്ന് പറഞ്ഞിട്ട് ഒരു 50,000 രൂപ 45,000 രൂപ കൊടുത്ത് ഒരു 3 ക്യാരറ്റ് കല്ല് മേടിച്ചവൻ ധരിക്കും. സ്വർണ്ണത്തിൽ ധരിക്കാൻ പറഞ്ഞാൽ സ്വർണ്ണത്തിൽ ധരിക്കും. എന്ത് ഗുണം അവനുണ്ടായിട്ടുള്ളത്? അവൻ്റെ ഗുണം പറഞ്ഞ്. അതേ സമയത്ത് നിങ്ങൾ 1 ക്യാരറ്റ് ഡയമണ്ട് ധരിക്കാൻ പാടില്ലാത്ത ഒരാൾ കയ്യിൽ ധരിച്ച് അപ്പം തലകറങ്ങും. അരമണിക്കൂർ അവിടെ ഇരിക്കും. നമ്മുടെ ഫ്രണ്ട് വെച്ച് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. രക്തങ്ങളിലേക്ക് പവറുണ്ട്, രക്തങ്ങളിലേക്ക് ഒരു എനർജി വരുന്നുണ്ട്. ആ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആ ഗുണത്തെയാണ് നമ്മൾ കൃത്യമായിട്ട് ഞാൻ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് രക്തങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് രക്തങ്ങളിലുള്ള ഓർണമെന്റ്സ് സെമി പ്രീഷ്യസിലാണ് എപ്പോഴും കാണുന്നത്. നമ്മളിപ്പോൾ ഒരു നല്ലൊരു എമറോൾഡിൻ്റെ ഒരാൾക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു എമറോൾഡ് മരതകം ധരിക്കാൻ പറ്റുന്ന ഇത്ര ക്യാരറ്റാണ്. അതിൽ കൂടുതലായിട്ടുള്ളത് അവൻ്റെ ശരീരത്തിലേക്ക് ധരിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യമില്ലാത്ത ഒരു ക്ഷീണം ഉണ്ടാകും. അവൻ്റെ ശരീരത്തിന് ആ എനർജി താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഭാരം നോക്കി കൃത്യമായ അളവിൽ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ കൊടുത്താൽ അവൻ്റെ ശരീരം അത് താങ്ങത്തില്ല. ആ ഒരു എനർജി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാമി ചോദിച്ചതുപോലെ പ്രീഷ്യസും സെമി പ്രീഷ്യസ് സ്റ്റോൺസുകൾ മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. സെമി പ്രീഷ്യസ് നമ്മൾ ഓർണമെന്റ് സെക്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്, ഒരുപാട് കൊടുക്കുന്നുണ്ട്, ലോട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട്. അത് ഓർണമെന്റ് സെക്ഷനാണ്, അത് ഓർണമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഡയമണ്ട് നെക്ലേസ് ചെറിയ സെന്റുകളല്ലേ അവർ വെച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ളത് നോക്കുമ്പോൾ 25-30 ക്യാരറ്റ് എന്ന് പറയും. ചെറിയ സെന്റുകളാണ് അവർ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു തരത്തിലും 1 സെന്റോ 2 സെന്റോ ധരിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഓരോ നെക്ലേസും. ഡയമണ്ട് ധരിക്കേണ്ടടുത്ത് 1 ക്യാരറ്റ് ഒറ്റ രീതിയിൽ റൗണ്ട് ബ്രില്യൻ കട്ടിൽ നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന എനർജി. അതേസമയത്ത് നിങ്ങളൊരു ഡയമണ്ട് നെക്ലേസ് ഷോപ്പിൽ പോയി ജുവലറി പോയി നിങ്ങൾ മേടിച്ച് ഇഷ്ടം കൊണ്ട് നിങ്ങൾ അണിഞ്ഞു. അതിൽ 1 സെന്റിന്റെ കല്ല് മുതൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു 35 ക്യാരറ്റ് 15 ക്യാരറ്റ് 20 ക്യാരറ്റ് അല്ലെങ്കിൽ പോട്ടെ 1 ക്യാരറ്റ് 2 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ആ 1 സെന്റിൽ റിയാക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഡയമണ്ട് നെക്ലേസും ഡയമണ്ട് ഓർണമെന്റ്സും നിങ്ങൾക്ക് ധരിക്കാം. അതേ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഗുണമായിട്ട് 1 ക്യാരറ്റ് എന്ന് പറയുന്ന ഒറ്റ സ്റ്റോൺ ഒരു കട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് ഒറ്റ സ്റ്റോണായിട്ട് വരുമ്പോൾ അതിൽ വരുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 1 ക്യാരറ്റ് ഡയമണ്ട് ഉണ്ടെങ്കിൽ ഈ വിരലെടുത്ത് ഈ കല്ലിനെ വെച്ചിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്തിട്ട് 10 മിനിറ്റ് നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജി എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഇത് ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല. അതുപോലെ രത്നങ്ങൾ നമുക്ക് ഗുണപ്രദമായിട്ടുള്ള രത്നങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ രത്നങ്ങൾ ധരിക്കണം. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോൺ വാങ്ങിച്ച് ധരിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് രത്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കൃത്യമായിട്ട് ബോധ്യപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം സ്വർണത്തിൽ തന്നെ ധരിക്കണോ അതോ വെള്ളിയിൽ തന്നെയാണോ ഇത് ധരിക്കേണ്ടത്? അത് വിവിധ രത്നങ്ങൾ കൊണ്ട് യെല്ലോ സഫയർ, അത് എന്നെയും വിളിച്ച് ഒരുപാട് പേര് ചോദിച്ചാണ്. യെല്ലോ സഫയർ ധരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വെള്ളി മോശമില്ലാത്ത വെള്ളി ലക്ഷ്മിയുടെ കടാക്ഷമുള്ളത് തന്നെയാണ്. നമ്മൾ യെല്ലോ സഫയർ പൊതുവിൽ സ്വർണത്തിലേ ധരിക്കാൻ പാടുള്ളൂ. സ്വർണത്തിലേ നമ്മൾ ധരിക്കാൻ പാടുള്ളൂ. മഞ്ഞപുഷ്യരാകും. ഗോമേതകം, അതെ, ഗോമേതവും നമ്മൾ ഗോൾഡിലേ ധരിക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു ചെമ്പവിഴം, റെഡ് കോറൽ, അത് വെള്ളിയിലാണ് നമ്മൾ ധരിക്കേണ്ടത്. അതെന്താ അങ്ങനെ? അത് വെള്ളിയിൽ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ റെഡ് കോറൽ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് അല്ല. അത് നല്ല പവറിൽ ഇത് ഇൻബിൽറ്റ് ചെയ്യണം. പവർ ഉണ്ടാവണം, നല്ല പവറിൽ. നമ്മൾ കൊടുക്കുന്ന ഒരു ഹാർഡ്നെസ് റെഡ് കോറലിൽ കൊടുക്കുമ്പോൾ മിനിമം ഒരു 10 കാരറ്റിന് മുകളിൽ ധരിക്കണം. കാര്യം അത് ട്രാൻസ്പെറന്റ് അല്ല. അപ്പം അത്രയും പവറിൽ ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് അതിനെ നിലനിർത്തണം. അതുകൊണ്ടാണ് വെള്ളിയിൽ ധരിക്കുന്നത്. അല്ല, വെള്ളിയും ഗോൾഡും ഏതിൽ ധരിച്ചാലും രത്നങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ ചില രത്നങ്ങൾ എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള രത്നങ്ങളെ നമ്മൾ വളരെ അതിൻ്റെ ഹാർഡ്നെസ് നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഗോൾഡിൽ ചെയ്യുമ്പോൾ ചെറിയ പവറിൽ അതിനെ മെൽറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ചിലത് ഭയങ്കര സ്ട്രോങ്നെസ് ഉള്ള ഇതാണ്. കാര്യം ട്രാൻസ്പെറന്റ് അല്ലാത്തൊരു സാധനം റെഡ് കോറൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറുള്ളൂ. ചെമ്പവിഴം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു സാധനത്തിന് അത്രയും പവറിലേക്ക് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റോൺ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും പവറിൽ നമ്മൾ നിർത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് മറ്റൊരാൾ വിളിച്ചത്, പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ വിദേശത്തായിരുന്നു, അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നു. അതെ. ആ ഡയമണ്ട് വളരെ കാലം ഉപയോഗിച്ചതിന് ശേഷം മൃത്യു സംഭവിച്ചു. അത് എങ്ങനെയുള്ള മരണമാണെന്ന് അറിയത്തില്ല. ആ കല്ല് അദ്ദേഹത്തിന്റെ ഡയറിക്കുള്ളിൽ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന് എഴുതിയിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടവർ ഇദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും പിന്നെ എന്തോ അവർ ഇദ്ദേഹത്തിന് മോതിരം മാറാൻ തയ്യാറായി. അദ്ദേഹം പറയുന്നത്, ഞാനിത് ഇട്ട് കഴിയുമ്പോൾ, രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ഈ അമ്മാവൻ്റെ മാനസികാവസ്ഥ, ഈ മരിച്ചുപോയ ആളിൻ്റെ ഉള്ള ചിന്തകൾ ഇദ്ദേഹത്തിൽ വന്നു കയറുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു മാനസികമാകാനാണ് തോന്നുന്നു, മാനസികമാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മോതിരം താങ്കൾക്ക് തരാൻ പറഞ്ഞിരുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. വേറെ താങ്കളുടെ പ്രായത്തിലുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് താങ്കൾക്ക് തന്നെ ഇത് തരണം എന്ന് പറയാനുള്ളത്? അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എനിക്കൊരിക്കലും അദ്ദേഹമായിട്ടൊരു പൂർണ്ണമായ മാനസികമായ യോജിപ്പുള്ള ഒരാളല്ല. ഇത് ധരിക്കുന്നത് കൊണ്ട് ദോഷമാണോ? അപ്പോൾ മറ്റൊരാൾ ധരിച്ചു മൃത്യു സംഭവിച്ച ഒരാൾ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ആ മരണശേഷം മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നാണ് ചോദ്യം. ഒരു കാരണവശാലും ആ ഒരു ചോദ്യം തന്നെ, നമ്മൾ ഒരാൾ ധരിച്ചൊരു സ്റ്റോൺ, ഞാനൊരു സ്നേഹം കൊണ്ട് ഞാൻ ധരിച്ചൊരു സ്റ്റോൺ സ്വാമിക്ക് എടുത്ത് തരികയാണ്, സ്വാമിക്ക് ഒരു തരത്തിലുള്ള ഗുണം ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ഗുണം. കാര്യം എൻ്റെ ശരീരവുമായിട്ട് ഇത് ചേർന്ന് കഴിഞ്ഞാൽ ആ സ്റ്റോണ് മറ്റൊരാൾ ധരിക്കുക എന്ന് പറയുന്നത് അയാൾക്കൊരു ഗുണം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അത് നമ്മളൊരു സ്റ്റോൺ ധരിച്ച് നമ്മളെ സ്റ്റോൺ നമ്മുടെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രയവിക്രയം ചെയ്യുന്നതേ ആ രത്നത്തോട് കാണിക്കുന്ന നീതികേടാണെന്ന് മാത്രമേ എനിക്ക് ബോധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗുണമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നതാണ്. അതിനെ നമ്മൾ മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു എനർജിയിലേക്ക്, ഇപ്പം നമ്മൾ ചില ആൾക്കാർ ചോദിക്കില്ലേ, സ്വാമി, നമ്മുടെ ഡ്രസ്സ്, നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ്? അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇദ്ദേഹമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധം ഇല്ലാത്ത ഒരാൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹത്തിന് അത് കൊടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം. രണ്ട്, അദ്ദേഹത്തിൻ്റെ മാനസികമായൊരു വിഭ്രാന്തിയോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിന് കാരണം ഇത് ധരിച്ചതിന് ശേഷം മറ്റയാളെ കുറിച്ചുള്ള ചിന്തകൾ ഇദ്ദേഹത്തിന് വേട്ടയാടുന്നു. എന്തായാലും അത് തന്ത്രമാന്ത്രയുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് ഞാനത് വിട്ടു. അത് കാരണം ഞാൻ പറയും, നിങ്ങൾ എന്തായാലും അത് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ ശരീരവുമായിട്ട് പൊരുത്തപ്പെട്ടു പോയ ഒരു ഡയമണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് പറഞ്ഞത്. അത് അപകടകരമാണെന്നാണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് അഭിലാഷ് പറയുന്നത്. അല്ല സ്വാമി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തി ഒരാൾക്ക് ഡയമണ്ട് ധരിക്കാനുള്ളത് കൊണ്ടായിരിക്കും അയാൾ ഡയമണ്ട് ധരിച്ചത്. ഈ ഗിഫ്റ്റ് കൊടുത്ത ഒരാൾക്ക് ഡയമണ്ട് ധരിക്കാൻ യോഗം ഉണ്ടോയെന്ന് അറിയണ്ടേ? അത് ശരിയാണ്.
നമുക്ക് ഡയമണ്ട് അയാൾക്ക് ധരിക്കാൻ സാധിക്കുമെങ്കിലല്ലേ അയാൾ ധരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അയാൾക്ക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് റിയാക്ഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ റിയാക്ഷൻസിൽ അയാൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും മനസ്സിന്റെ നിയന്ത്രണങ്ങളും രോഗം തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, മാനസികമായ ഒരു പ്രശ്നം പുള്ളിക്ക് അതുകൊണ്ടാവും. അപ്പോൾ അയാൾക്ക് ധരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാൾ ഉപയോഗിച്ച മറ്റൊരാളോട് ഉപയോഗിച്ച ഈ വസ്ത്രങ്ങൾ പോലും ഉപയോഗിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ കടയിലൊക്കെ ചിലർ മോതിരം വാങ്ങിക്കാൻ ഉത്സവ പറമ്പിലാണെങ്കിൽ പോലും അവരെടുത്തിട്ട് നോക്കിയിട്ട് കൊടുക്കും. അതിൻ്റെ ആ ചെറിയ ശതമാനമാണെങ്കിൽ പോലും ആ ഫലം പോയി എന്നുള്ള. മറ്റൊരാൾ ഇത്തരം മോതിരങ്ങൾ, മാലകൾ, പൂർവികമായിട്ട് മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ പണ്ട് കാലത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്കായിട്ട് മാറ്റിവെക്കും. പക്ഷെ അതൊക്കെ തന്നെ അപകടകരമാണെന്നും അത് എൻ്റെ തന്ത്രശാസ്ത്രങ്ങളിൽ അതൊക്കെ തന്നെ അത് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ അവരുടെ ജീവിച്ചിരുന്നപ്പോഴുള്ള അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ പിന്നീട് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് ഇത് വായിച്ചവരും ഉപയോഗിച്ചവരും ഒക്കെ തന്നെ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കച്ചവടമായിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് നമുക്കൊക്കെ ധരിക്കാൻ പാകത്തിലുള്ള, നമുക്ക് പൂർവ്വജന്മം പരിശോധിച്ചതിന് ശേഷം ഈ ജന്മത്തിലെ ഗ്രഹനിലകളും പരിശോധിച്ചൊക്കെ പറയാൻ പറ്റും. പൂർവ്വജന്മിതാജിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളത് നോക്കും. ഇത് ധരിക്കുന്നത് കൊണ്ട് അപമൃത്യു ഉണ്ടാകുമോ, ഉള്ള ധനം കൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുമോ, ഇതിന് യോഗമുള്ളതാണോ, ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് യൂഷ്വലായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന രത്നങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അഭിലാഷിനെ വിളിച്ചാൽ മതി. അഭിലാഷൻ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഇതിന് താഴെ റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ നമ്പറുണ്ട്. നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നമുക്കിപ്പം സ്വാമി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡയമണ്ട് ഞങ്ങൾ വിളിക്കുന്ന കസ്റ്റമേഴ്സിന് ഡയമണ്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡയമണ്ട് ധരിക്കും. ഞാൻ അത് നേരത്തെ ഒരു വീട്ടിലൊരു പാലക്കാട് സ്വദേശിയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രിഫർ ചെയ്യും. കാര്യം ഞങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോൾ സ്വാമിക്ക് തന്നെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡയമണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാമി പറയട്ടെ എന്നോ. കാര്യം അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടേ ഒരു വ്യക്തിക്ക് ഡയമണ്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ബിസിനസ് നമുക്ക് വേണ്ട. നമ്മൾ കൃത്യമായിട്ടൊരു ബാക്കിയുള്ള സ്റ്റോൺസുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് എൻ്റെ രീതിയിൽ ഞാൻ കൃത്യമായി അവലോകനം ചെയ്ത് അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ ഡയമണ്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഒരാൾ ധരിച്ച് അവർക്ക് ഗുണത്തിന് വേണ്ടി, ഇപ്പോൾ ഒരു നെക്ലേസ് ആണ് ഒരാൾ ചോദിക്കുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എത്രയോ പേര് മാരേജ് നെക്ലേസ് ഇടുന്നുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതൊക്കെ ഓർണമെന്റ്സ് മേഖലയാണ്. ഇപ്പോൾ സ്വർണം നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം നമ്മുടെ ശരീരത്തിൽ ഒരു റിയാക്ഷനും ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ മുഖത്തുള്ള മേക്കപ്പ് ക്രീമിൽ വരെ ഇന്ന് ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു റിയാക്ഷനായിട്ട് വരുന്നില്ല ഗോൾഡ്. അതുകൊണ്ട് ഗോൾഡ് ജ്വല്ലറി പോയിട്ട് നിങ്ങളൊരു മോതിരം എടുത്തിട്ടാലോ ഒരു കാര്യം എടുത്തിട്ടാലോ ഒരു റിങ് നോക്കിയാലോ അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ രത്നങ്ങൾ നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന അതിനൊരു എനർജി ഉണ്ട്. ആ എനർജിയാണ് നമുക്ക് കിട്ടുന്ന പ്രകാശവും നമുക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും നമുക്ക് കിട്ടുന്ന നന്മയും. ആ നന്മയും എനർജിയൊക്കെ നമ്മൾ അനാവശ്യമായ രീതിയിൽ തൊട്ടുകളിക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ താഴെ നമ്പറുണ്ട്. ആ 2 നമ്പറിൽ വിളിച്ചാലും ഞങ്ങളെ കിട്ടും. ഇതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൃത്യമായിട്ട് കിട്ടും. ഞങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയും. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസുകൾ ധരിക്കാൻ സാധിക്കും. മറ്റൊന്ന് അഭിലാഷ് ചോദിച്ചത്, ഒരു കുട്ടി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പിന്നെ ആ പ്രഗ്നൻ്റായ കുട്ടിക്ക് നവരത്ന മോതിരം ധരിക്കാമോ? അവരുടെ കയ്യിലൊരു നവരത്നമുണ്ട്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടത് പ്രഗ്നൻസി സമയത്ത് ഈ നവരത്ന മോതിരം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഈ നവരത്നത്തെക്കുറിച്ച് മോതിരം ധരിക്കുന്നതിന് എതിരഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നവരത്നത്തെക്കുറിച്ച് ഞാൻ പറയണം. നവരത്നം നിങ്ങൾ ധരിച്ചോ? അത് ധരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നവരത്നം ധരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവരത്നം നമ്മൾ ധരിച്ചാൽ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. നമുക്കൊരു കയറ്റവും ഒരിറക്കും അത് ഇടുന്നവർക്ക് അറിയാം. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമില്ല. നവരത്ന മോതിരം ഇടുന്ന 90% ആൾക്കാരും കൃത്യമായിട്ടുള്ള അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ്. അത് ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ പറയേണ്ടതായിട്ടുള്ള ആവശ്യതയില്ല സ്വാമി. പക്ഷെ അതൊരു വേറൊരു ചോദ്യം അതിലുള്ളത്, ആ പ്രസക്തി, ആ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ നവരത്ന മോതിരം ധരിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലല്ല. പ്രഗ്നൻ്റ് ആവാത്ത ആളും ധരിക്കാൻ പാടില്ല, പ്രഗ്നൻ്റ് ആയ ആളും ധരിക്കാൻ പാടില്ല. പക്ഷെ പൊതുവിൽ അവരിപ്പോൾ ധരിച്ചിരിക്കുന്നെങ്കിൽ അവരകത്തൊരു കുഞ്ഞു കൂടിയുണ്ട്.
അതാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അത് മാറ്റുക എന്നുള്ളതാണ്. അല്ല, അവരെ ധരിച്ചിരുന്നു. അപ്പൊ അവരെ കാണാൻ വന്ന ആരാണ്ട് പറഞ്ഞു, അയ്യോ ഈ സമയത്ത് ഇത് ധരിക്കണ്ട എന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചിട്ട് അവർ സംശയത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ അഭിലാഷിനോട് ചോദിച്ചിട്ട് പറയാം, അതുകൊണ്ടാണ് ഞാനിത് ചോദ്യമായിട്ട്. ഈ സമയത്തെന്നല്ല, അവര് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തെന്നല്ല, അല്ലാത്ത സമയത്ത് നവരത്നം ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവിൽ എൻ്റെ അഭിപ്രായം. അത് ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ നവരത്ന വിപണിയെ ഞാൻ വീണ്ടും എടുത്തു പറയുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ്. പക്ഷേ അത് നിങ്ങൾക്ക് രത്നം ആയിട്ട് ഞാൻ ഒരിക്കലും അതിനെ ഒരു കമ്പയർനെസ് പറയില്ല. കാര്യം നവരത്നം അങ്ങനെ ഒരു, അല്ലെങ്കിൽ നിങ്ങൾ നവരത്നം ധരിക്കണമെങ്കിൽ അകത്തൊരു പ്ലാറ്റ് വെച്ചിട്ട് അതിനെ മൂടുക. അല്ല, അപ്പൊ പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി. എല്ലാ രത്നങ്ങളുടെ ഒരു പ്രസൻസ്, അതുകൊണ്ട് ഒരു പ്രത്യേക പ്രയോജനം ഉണ്ടാവും. എല്ലാ രത്നങ്ങളുടെ പ്രസൻസ് ഒരുമിച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കാ ഗുണമുണ്ടാവും? ഇപ്പൊ നിങ്ങൾക്ക് വൈഡൂര്യത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകട്ടെ. ഇപ്പൊ ഒരു വ്യക്തിക്ക് എല്ലാ എനർജിയും ഒരുമിച്ച് അബ്സോർവ് ചെയ്യേണ്ടതുള്ള, അതിനാണ് നമ്മൾ ഗ്രഹനില നോക്കുന്നത്. അവരുടെ ജനന സമയം തൊട്ട് അവർ വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ, നമുക്ക് ഒരു ജനിക്കുന്ന സമയത്ത് നമുക്കൊരു ബാല്യമുണ്ട്, നമുക്കൊരു കൗമാരമുണ്ട്, നമുക്കൊരു യൗവനമുണ്ട്, നമുക്കൊരു വാർദ്ധക്യമുണ്ട്. അപ്പോൾ വാർദ്ധക്യത്തിലുള്ള എനർജി അല്ല നമ്മളെ യൗവനത്തിലുള്ള എനർജി. അപ്പൊ നമുക്ക് ഓരോ ഘട്ടങ്ങളിലും പ്രപഞ്ചം നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റോൺസ് നമുക്ക് ധരിക്കാൻ. നാച്ചുറലായിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളിലും ഇന്ന ഘട്ടങ്ങളിലൂടെ ഓരോ സ്റ്റോണുകൾ ധരിച്ച് അവസാനം നമ്മൾ മൃത്യുവിലേക്ക് പോകുന്ന സമയത്ത് ഇത് ധരിക്കൂ. എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ നവരത്നങ്ങൾക്കുള്ള സ്വാധീനവും ദുഃഖദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന സന്തോഷകരമായ ജീവിതത്തിന് ഉതകുന്ന ചില വാർത്തകളുമായിട്ട് ഇനിയും വരാം. അതുവരെ നമസ്കാരം, നന്ദി. നമസ്കാരം.